ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പാലപ്പമാണ്. ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി 2 ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തത്, 1 മുറി തേങ്ങ ചിരകിയെടുത്തത്, 4 ടീസ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ ചോറ്, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ ഇതെല്ലാം ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് അടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു 8 മണിക്കൂർ ഇത് ഇങ്ങനെ അടച്ചു മൂടി വെക്കണം. അതിനുശേഷമാണ് നമുക്ക് പാലപ്പം ചുടാൻ പറ്റുള്ളൂ. ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ പാലപ്പം കലക്കി വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. പാലപ്പം നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നന്നായിട്ട് പൊന്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചുട്ടെടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ചുട്ടെടുക്കാം. ഇതാണ് പാലപ്പച്ചട്ടി. നടുക്ക് കുഴിവുള്ള ചട്ടിയാണ് പാലപ്പച്ചട്ടി. നമുക്കിത് ദോശച്ചട്ടിയിലും വേണമെങ്കിൽ ചുട്ടെടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 2 കയ്യിൽ മാവ് ഒഴിക്കാം. അതിനുശേഷം അത് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ചൂട് പാലപ്പവും ചിക്കൻ കറിയോ സ്റ്റൂവോ എന്ത് വേണമെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാം. മുട്ടക്കറി, ഇതെല്ലാം ഇതിൻ്റെ കോമ്പിനേഷനാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പാലപ്പവും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. സോ വ്യൂവേഴ്സ്, എല്ലാവരും ഇങ്ങനെ ഒരു പാലപ്പം ട്രൈ ചെയ്യുക. ഒത്തിരി ആർട്ടിഫിഷ്യൽ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ആ കൂടി ഒരു അല്പം ഈസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. സോ താങ്ക് യു.